ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി സോയാ ചങ്ക്സ് കറിയാണ്. ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന അതേ രീതിയിൽ നല്ലൊരു റിച്ച് ഫ്ലേവറോട് കൂടെ തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പി നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര പേർക്ക് വേണ്ടിയിട്ടാണോ തയ്യാറാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സോയാ ചങ്ക്സ് നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോൾട്ടും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ സോയാ ചങ്ക്സ് നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കറിയിലേക്കുള്ള മെയിൻ മസാല തയ്യാറാക്കണം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് കുരുമുളക്, വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം. ഇനി അതുപോലെ കറിക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും കുറച്ച് മല്ലിയുടെ ഇലയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മളെ സോയാ ചങ്ക്സ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. 3-4 തവണയൊക്കെ ഒന്ന് വെള്ളം മാറ്റി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സോയാ ചങ്ക്സ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലുള്ള വെള്ളം മുഴുവൻ നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് കളയണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് എയർ ഫ്രയറിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. സോയാ ചങ്ക്സ് എയർ ഫ്രയറിൽ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ലൈറ്റായിട്ട് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി, ഓവർ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പാനൊന്ന് മാറ്റുന്നുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തോ ഓർമ്മയിൽ പാന് മാറ്റി വെച്ചതാണേ. അപ്പോൾ ഉള്ളിയൊന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ കൊറിയാണ്ടർ പേസ്റ്റ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടൊമാറ്റോ നല്ല രീതിയിൽ കുക്കാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് കുക്കായി അതിൽ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൗഡേർഡ് മസാല ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഓൾറെഡി ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുള്ളത്. നമ്മൾ ഈ പൊടികളൊക്കെ സെപ്പറേറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കറിക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ റോസ്റ്റഡ് കോക്കനട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ സോയാ ചങ്ക്സിൽ നല്ല രീതിയിൽ കോട്ടാകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട്, തിക്ക് ഗ്രേവി ആണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴേ ഉള്ളൂ ആ മസാലയൊക്കെ സോയാ ചങ്ക്സിലേക്ക് നന്നായിട്ട് പിടിച്ച് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ കറി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അര നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കുന്നത് കറിയുടെ ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ ടേസ്റ്റ് ഒന്ന് കൂടുതൽ എൻഹാൻസ് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിലീഷ്യസ് സോയാ ചങ്ക്സ് കറി റെഡിയായി. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. Until then, take care and keep cooking. See you in the next video. Thank you so much for watching.